മാധവേട്ടാ, മാധവേട്ടാ, മാധവൻകുട്ടിയേട്ടാ, മാധവേട്ടാ, നമ്മുടെ പാടത്തേക്കുള്ള വെള്ളം അവര് ബണ്ട് കെട്ടി തടഞ്ഞു. അത് ചോദിക്കാൻ ചെന്ന നമ്മുടെ കുഞ്ഞായപ്പനെ വല്യമ്മാവിന്റെ കാര്യസ്ഥനും പണിക്കാരും ചേർന്ന് തല്ലി. മാധവേട്ടാ വേണ്ട, ഇനി അവിടെ പോയി അടിയും വെള്ളമൊന്നും ഉണ്ടാക്കണ്ട. അവരെന്തെങ്കിലും ആയിക്കോട്ടെ. വേണ്ട മാധവേട്ടാ, അല്ലെങ്കിൽ അവരുടെ തോട് വഴി ആയിരുന്നില്ലല്ലോ നമ്മുടെ പാടത്തേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. നമുക്ക് നമ്മുടെ തോടില്ലേ, വെള്ളം അതുവഴി കൊണ്ടുവന്നാ പോരെ. നിക്കാനല്ലേ പറഞ്ഞേ? എന്തിനുള്ള പുറപ്പാടാ നിങ്ങളൊക്കെ? ഈ തോട്ടിലൂടെ വെള്ളം ഒഴുക്കാനോ അതോ ചോര ഒഴുക്കാനോ? മാധവേട്ടൻ എന്താ പഴയതുപോലെ പാടത്തേക്ക് വെള്ളം കിട്ടണം, അത്രയല്ലേ ഉള്ളൂ? കുഞ്ഞിരാമേട്ടാ, ആ ബണ്ട് പൊട്ടിച്ചു വിടാൻ പറഞ്ഞേ. കുഞ്ഞെ, ഇത് ഞാനല്ല, മേനോൻ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് നിന്ന് കെട്ടിച്ചതാ. ആ മേനോൻ അദ്ദേഹത്തിന്റെ മകളാ ഇപ്പൊ നേരിട്ട് വന്ന് പറയുന്നത്. അതങ്ങ് പൊട്ടിച്ചു വിടാൻ. ഈ തോടും ഈ പാടമൊക്കെ എന്റെ പേരിലുള്ളതാ. ഇതിലൂടെ വെള്ളം ഏതൊക്കെ പാടത്തേക്ക് ഒഴുകണം ഒഴുകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാണ്ട് അച്ഛനല്ല. മര്യാദയ്ക്ക് നിങ്ങൾ അത് പൊട്ടിച്ചു വിടുന്നുണ്ടോ ഇല്ലയോ? അതങ്ങ് പൊട്ടിച്ചു വിട്ടേക്ക്. നിർത്തടാ. ഇനി ആ വെള്ളം ഒരു തുള്ളി പോലും എന്റെ മണ്ണിലേക്ക് ഒഴുകാൻ പാടില്ല. ഒഴുകിയാൽ എല്ലാവരും തലയിൽ ചെളി കിടന്നുള്ളും. കെട്ടിയടച്ചതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നേക്കും. ഈ വാശി വൈരാഗ്യമൊക്കെ ആര് തോപ്പിക്കാനാ? എന്നെയോ അതോ അമ്മൂനെയോ? ഞങ്ങളുടെ രണ്ടാളുടെ മനസ്സുകളിലാണല്ലോ എല്ലാരും കൂടി വേണ്ടാത്ത മോഹങ്ങളൊക്കെ കുത്തി നിറച്ചത്. കൊച്ചുനാള് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. ഗൗരിയുടെ മാധവൻകുട്ടി, മാധവൻകുട്ടിയുടെ ഗൗരി, അമ്മുവിന്റെ ബാലേന്ദ്രൻ, ബാലേന്ദ്രന്റെ അമ്മു. എന്നിട്ടിപ്പോ മായ തോന്നിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയാ എല്ലാം പോകുന്ന? ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാം പോകുന്ന? പോവില്ല ഒന്നും. എന്റെ മനസ്സിൽ നിന്ന് മാധവേട്ടൻ പോവില്ല, മാധവേട്ടന്റെ മനസ്സിൽ നിന്ന് ഗൗരിയും പോവില്ല. ആരും ഇല്ലേടാ ഇവിടെ ഈ സാധനത്തിന് എന്റെ മണ്ണിൽ നിന്ന് പിടിച്ച് പുറത്തറിയാൻ. ആഹാ, ഈ ഒച്ചപ്പാടും ബഹളം ഒന്നും കേട്ടിട്ട് ഈ ഗൗരി പോവില്ല. മാധവേട്ടന്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ, ഈ എന്നോട് ഇഷ്ടമുണ്ടല്ലോ. പിന്നെന്തിനാ ഈ കള്ളത്തരൊക്കെ? ഇത് തെളിയിക്കാതെ ഈ ഗൗരി ഇവിടുന്ന് പോവില്ല. അയ്യോ, മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ മാധവേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടെന്ന്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടി വന്നത്. ഇത് മതി, ഇത് മാത്രം മതി എനിക്ക്. ഇനി ഞാൻ കാത്തിരുന്നോളാം, എത്ര കാലം വേണേലും കാത്തിരുന്നോളാം. എന്ത് കണ്ടു നിൽക്കടാ, പോളാം. നിൽക്കടാ. നീ ഇതൊക്കെ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞ ശരിപ്പെടുത്തിക്കളെ എല്ലാത്തിനും ഞാൻ. മനസ്സിലായോ? എല്ലാരും ഓരോ ചായ കുടിച്ചിട്ട് പോയാൽ മതി. എന്റെ ദൈവമേ, ഹലോ, ഇവിടെ ഈ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഞങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കാൻ വന്നിരിക്കുന്നതാ. ഞാൻ ഭാർഗവി, ഇതെന്റെ മോൻ സത്യപാലൻ. ഏത് മാധവൻകുട്ടിയുടെ വീടാ? ഹാ, ഞങ്ങള് ജോലിക്ക് നിൽക്കാൻ വന്ന ഒരു മാധവൻകുട്ടിയുടെ വീടില്ലേ, അത് തന്നെ. 5 പെങ്ങന്മാരിലൊരു മാധവൻകുട്ടി ഇവിടെ ഉണ്ട്, അതാണോ? ആ, അത് തന്നെയാ. അവിടുത്തെ പെമ്പിള്ളാരുടെ പിന്നാലെ എപ്പോഴും ആൺകുട്ടികളുടെ ശല്യമാ. അവർക്ക് കാവലിനാ ഞങ്ങള്. വീട്ടിലെ അമ്മയും പുറത്ത് ഞാനും. ആ, അത് നന്നായി. ചേടാ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. പെമ്പിള്ളാരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യവന്മാർക്ക് നാണാവില്ലേ കോന്തന്മാര്? അമ്മച്ചി, വീട് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷെ അതൊരു വീടല്ല, ലേഡീസ് ഹോസ്റ്റലാ. അവിടുത്തെ വാർഡനാ മാധവൻകുട്ടി. ആദ്യം മകനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വരാം. എടാ, അമ്മച്ചി ഇവിടെ എത്തിക്കേ.
സുലൈമാനെ അമ്മച്ചിയെ കാര്യമായിട്ട് നോക്കിക്കോണേ. ഓ. വാ മകനെ ഞങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോളാം അമ്മച്ചി. ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ. ഹേയ് അധികാരമില്ല, ഞങ്ങള് 3-4 പേരേ ഉള്ളൂ. ദേ, ആ നിൽക്കുന്ന ഒരാളെ കണ്ടോ? അത് ഒരാളല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് എല്ലാരെയും കാണാം. അതല്ല, ആ കറുപ്പുടുപ്പിട്ട ആള്. അതാ മാധവൻകുട്ടി. മാധവൻകുട്ടി അതല്ല, പക്ഷെ അയാളോട് ചോദിച്ചാൽ മതി, അയാൾ ആളെ കാണിച്ചു തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചോദിക്കുമ്പോൾ വെറും മാധവൻകുട്ടിന്ന് മാത്രം ചോദിച്ചാ പോരാ, ഹിറ്റ്ലർ മാധവൻകുട്ടിന്ന് തന്നെ ചോദിക്കണം. എന്ത് മാധവൻകുട്ടി? ഹിറ്റ്ലർ മാധവൻകുട്ടി. വീട്ടുപേരാ? അതെ. നല്ല പേരല്ലേ? ചെന്ന് ചോദിക്കും, അയാൾ അപ്പ കാണിച്ചു തരും. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ, ഇതൊക്കെ എന്ത് ഹലോ, ഇവിടെ ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് എവിടാ? ഇതെന്താ ചെവി കേട്ടൂടെ? എടോ, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണെന്ന്? പണി നടക്കട്ടെ. അമ്മച്ചി കാലി പോലില്ലേ? ഉണ്ടായിരുന്നത് ഇപ്പൊ കാലിയായി. ഓ അത് ശരി. ഈ തള്ളെ വിടണോ? അവർക്ക് ഇപ്പോഴേ തീരെ കാറ്റില്ലാത്ത. നീ മിണ്ടായിരിക്ക, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മച്ചി, മോനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ ജോലി പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കിടക്കുകയും ചെയ്തോ? അതെന്തൊരു ജോലി? അതൊക്കെ അവിടെ ചെല്ലുമ്പോ നേരിട്ട് കാണാലോ. സുലൈമാനെ, ഒന്ന് പിടിച്ചോ, പിടിച്ച സഞ്ചു കൊടുത്ത്. കൊടുത്തു. നീ ഇവിടെ ഇരുന്നോ. ദേ, ആ നിൽക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആളെ അമ്മച്ചി കാണാമോ? പിന്നെ നല്ല കലക്കനായിട്ട് കാണാം. അയാളോട് ചെന്ന് ചോദിച്ചാ മതി, ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ വീട് ഏതാണ്? എന്ത് മാധവൻകുട്ടിയാ? ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? അയ്യേ, ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ. HITTLER. മതിയടാ, പിന്നെ പരീക്ഷയ്ക്ക് പോവല്ലേ, സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിച്ചു വിടാൻ. അമ്മച്ചി ഒന്ന് പറഞ്ഞ ഹിറ്റ്ലർ. ഹിറ്റ്ലർ. മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോയാൽ മതി. ഹിറ്റ്ലർ. 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 അയ്യോ അയ്യോ, പാണ്ടാരടങ്ങാൻ മനുഷ്യനെ കൊല്ലുവല്ലോ. തള്ളും കുടിച്ച് വഴിയിലാന്ന് വന്ന് കമ്മന്നടിച്ച് കിടക്കുന്നത്. അങ്ങോട്ട് മാറി കിടന്നാ താടിയാ. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന്? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേ എന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? ഓടിക്കോ. തള്ളെ ചാകാൻ വേറെ വഴിയൊന്നുമില്ലേ? ഹിറ്റ്ലർന്ന് വിളിച്ച ഒരുത്തനെ തല്ലി ബോധം കെടുത്തിട്ടിരിക്കുന്ന കണ്ടില്ലേ? എന്റെ മോൻ സത്യവാലനല്ലേ ഇത്? മോനെ സത്യവാല, നോക്കി നിൽക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? 2 പരിപ്പ് വടയും. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങള് മനഃപൂർവ്വം വിളിച്ചതല്ലേ. ആ ദുഷ്ടന്മാര് ഞങ്ങളെ കൊണ്ടുവന്ന് ചതിച്ചതാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല, അതൊരു തെറിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ മേലായിരുന്നേ. ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ അതൊരു വീട്ടുപേരായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ. അല്ലേ അമ്മേ? മതി കിടന്ന് കാറിയത്. നീ ഇത് ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കും. മേലാൽ വല്ലവനൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വന്നാൽ പ്രായമൊന്നും ഞാൻ നോക്കൂല. സീതേ, അമ്മോ, ഇവരെ രണ്ടാളെയും നിങ്ങളെ നോക്കാൻ വേണ്ടി വരുത്തിയതാ. ഇന്ന് നിങ്ങളെ തല്ലുവിളിച്ചന്മാരെയൊക്കെ കണ്ടല്ലോ, അവന്മാരാ ഇവിടത്തെ പ്രധാനപ്പെട്ട വായി നോക്കിയുള്ളു. ഒറ്റ എണ്ണത്തിന് ഇതിന്റെ 7 അയലത്തൂല അടുപ്പിക്കരുത്. അവന്മാരോ? അവന്മാരിങ്ങി വരട്ടെ, ഞാൻ ആരാണെന്ന് അപ്പ കാണിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഇനി എവിടെ പോകുന്നതും ഇവന്റെ കൂടെ ആയിരിക്കണം. കോളേജിലേക്കായാലും ശരി, ഷോപ്പിംഗിനായാലും ശരി, ഇവന്റെ കൂടെ അല്ലാതെ ഈ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല.